ഇന്ന് ഞാൻ ഉച്ചയൂണ് കഴിക്കാനിരിക്കുന്ന സ്ഥലം കേട്ടോ. ഞാൻ വീട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ തണ്ണീർമുക്കം ബണ്ട്. എനിക്കിന്ന് വെച്ചൂര് വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ തണ്ണീർമുക്കം ബണ്ടാണ് വേമ്പനാട് കായൽ. നല്ല മഴക്കാറാണ് കേട്ടോ. നല്ല മഴക്കാറ്, നല്ല കാറ്റും പെയ്യുമായിരിക്കും. പെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് കൊണ്ടിട്ട് പെട്ടെന്ന് പോയേക്കാം. മേളിൽ കാണുന്ന ഷട്ടറാണ് കേട്ടോ. നമ്മൾ താഴെ കാണുന്നതൊക്കെ പഴയ ബണ്ട് റോഡാണ് കേട്ടോ. ഇത് പുതിയ പാലം, പുതുക്കി പണിതാണ്. നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്ര സ്പീഡിൽ പോകുന്നല്ലേ, ഞങ്ങളിതൊക്കെ ഒന്ന് കാണിച്ചു തരാം, നമുക്കൊന്ന് വണ്ടി ഇവിടെ ഒന്ന് ഒതുക്കിയേക്കാം. ഇടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതാണ് ബണ്ട് റോഡ്, പുതിയ പാലം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കാണുന്നതൊക്കെ പഴയ പാലത്തിൻ്റെ റോഡിൻ്റെ ഇപ്പോഴത്തെ അവശേഷിപ്പുകൾ കേട്ടോ. റോഡ് ക്ലോസ് ചെയ്ത് കണ്ടോ, നല്ല ഭംഗി, നല്ല കാറ്റ് കേട്ടോ. നല്ല മഴക്കാറാണ്. ഇത് നമ്മുടെ ആലപ്പുഴ റോഡാണ് കേട്ടോ. ചേർത്തല ആലപ്പുഴ പോകാൻ പറ്റുന്ന റോഡാണ് അങ്ങോട്ട്. ആ കാണുന്നത് നമ്മുടെ പാതിരാമണപ്പുറം കേട്ടോ. ഇനി നമുക്ക് നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പോകണം. നമുക്ക് കഴിക്കാനുള്ള സ്ഥലം എവിടെയാണേ. ഇവിടെയാകുമ്പോൾ ഇരിക്കാൻ നല്ല സൗകര്യമുണ്ട്. നേരെ അകത്തോട്ട് ഇരുവാണെങ്കിൽ നമുക്കിവിടെ ഇതുപോലെ മുള അടിക്കുക, നല്ല കസേര കിട്ടും, ബെഞ്ച് പോലെ. അതിലോട്ട് ബാഗ് വെച്ച് കണ്ടത് ഇതാണ്ട് ആ നിന്ന് നമ്മളിപ്പോൾ വന്ന പാലമാണ് അത് കേട്ടോ. വലിയ എന്നാണ്ട് അവിടെ നിന്നിട്ടാണ് ഞാനിപ്പം വീഡിയോ എടുത്തത്. ആ മേളുവശത്ത് നല്ല മഴക്കാറ്, നല്ല കാറ്റും കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ ബാഗ് മുള ബെഞ്ച് വെച്ച് അതൊക്കെ കഴിക്കാനുള്ള പരിപാടിയാണ്. അതിലൊരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട് കേട്ടോ, വലിയൊരു ഹൗസ് ബോട്ടാണ്. അപ്പോൾ നമ്മുടെ ചോറുംപൊതി ഓപ്പൺ ചെയ്യുക കേട്ടോ. എന്നത്തെ പോലെ എല്ലാ കറികളും അതുപോലെ തന്നെ സെറ്റായിട്ട് ഇരിപ്പുണ്ടൊന്നും പോയിട്ടില്ല. ഹൗസ് ബോട്ട് തന്നെ നല്ല കാറ്റും നല്ല ക്ലൈമറ്റും കേട്ടോ. അപ്പോഴാണ് എനിക്ക് 2 പേര് കൂട്ട് വന്നു. കഴിക്കാൻ എനിക്ക് പറ്റിയില്ല. ഇത് കണ്ടോ, 2 പേര്, അമ്മയും മോളോ മോനെ ആരാണ്ട, 2 പേരും ഒരുപോലെ. നല്ല രസമാണ് കേട്ടോ. അവർക്ക് വിശന്നിരിക്കും, അവരുടെ വയറ് കാണുമ്പോൾ അറിയാം. പക്ഷെ അവർക്ക് അവിടെ ഇട്ട് കൊടുക്കാൻ തോന്നിയില്ല. കാരണം വെച്ചാൽ അവിടെ എപ്പോഴും ആൾക്കാർ വരുന്നുണ്ട്. ചോറൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയാലോ എന്ന് പറഞ്ഞാൽ എന്നാൽ വണ്ടി അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് ഒരു പാത്രം തപ്പി നമുക്ക് ഇതിൽ പതുക്കെ ഇട്ട് കൊടുക്കാം. എന്നെ കാണുമ്പോൾ റോഡ് വേണം, പക്ഷെ വിശപ്പാണ്. എൻ്റെ ചോറും പൊതി ഒന്ന് തുറന്നത് കൊണ്ട് ഈ ചോറും പൊതിയൊക്കെ ഒന്ന് തുറന്ന് പിന്നെ അടച്ചാൽ പിന്നെ ഇതവസ്ഥ. എൻ്റെ മുട്ടയിൽ നിന്ന് കുറച്ചെടുത്ത്, ഇന്ന് മീനില്ലേ ഉമ്മാർക്ക് ഭാഗ്യമില്ലതായിപ്പോയി. കുറച്ച് വേണ്ട കൊണ്ടോട് ഓടി വരും. നമ്മൾ ഈ പാത്രത്തിലോട്ട് ഇട്ട് മുട്ടയൊന്ന് നന്നായിട്ട് ഇന്ന് ഞെരടിയ ചോറുമായിട്ട് എടുക്കുകയാണെങ്കിൽ മുട്ട കുറച്ച് പൊടിഞ്ഞ് കിട്ടുമ്പോൾ അമ്മമാർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. കഴിച്ച ആ രണ്ടിവിടെ കഴിക്കട്ടെ, എന്നാൽ പോരല്ലോ. ഞാനിവിടെ കഴിക്കാം കേട്ടോ. നല്ല കാറ്റുള്ളത് കൊണ്ട് കായൽ നല്ല ഓളം കേട്ടോ, വലിയ ഓളമാണ്. ഈ ഒരു ആംബുലൻസ് പോകുന്നുണ്ട്. ദൈവമേ, വണ്ടിക്കകത്തിരിക്കുന്നവർക്ക് ആവത്തൊന്നും വരുത്താതിരിക്കട്ടെ കേട്ടോ. ഞാൻ എപ്പോഴും ആംബുലൻസ് പോകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. നിങ്ങൾ എത്ര പേര് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എൻ്റെ ഊണൊക്കെ കഴിഞ്ഞ് അപ്പോൾ എനിക്കൊരു ഐസ്ക്രീം തിന്നാനൊരു പൂതി. അവിടെ ചെന്നപ്പോൾ ആ ചേട്ടൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് എനിക്കൊരു ഐസ്ക്രീം തന്നെ കേട്ടോ, സ്ട്രോബെറി. വയറ് നിറഞ്ഞു കേട്ടോ. നമ്മുടെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞാൻ പതുക്കെ ഡ്യൂട്ടിക്ക് കയറും കേട്ടോ.